Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363, 364, 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ് ചെയ്തു. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഒരു 60 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് ഇന്ന് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 61 ആണ് നെക്സ്റ്റ് വരുന്നത്. The centralized web-based compliance redress system of SEBI is known as. ഇപ്പോൾ സെബിയുടെ സെൻട്രലൈസ്ഡ് ഓൺലൈൻ കംപ്ലൈൻറ്റ് റീഡ്രസ് സിസ്റ്റത്തിനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1 സ്കോഴ്സ്, ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സാറ്റ്, ദെൻ സിഫോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. സ്കോഴ്സ് ആണ് ആൻസർ വരാം. സ്കോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, സെൻട്രലൈസ്ഡ് കംപ്ലൈൻസ് റീഡ്രസൽ സിസ്റ്റം. അതിനെ ഷോർട്ടായിട്ടാണ് സ്കൂൾസ് എന്ന് പറയാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതല്ലല്ലോ, മാർക്കറ്റ് പ്ലേസ് ആണ്. നമുക്ക് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനും അല്ലേ, അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സാറ്റ് എന്ന് പറയുന്നത് ട്രൈബ്യൂണലാണ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലാണ് സാറ്റ്, അതല്ല. ദെൻ പിന്നെ ഓപ്ഷൻ ഉള്ളത് സിഫോ ആണ്. സിഫോ എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. സിഫോ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് സ്കൂൾസ് ആണ്, ഓപ്ഷൻ എ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 62. ഏഞ്ചൽ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ. ഏഞ്ചൽ ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏഞ്ചൽ ഫണ്ട് എന്ന് പറയാം. നമ്പർ 1 ബാങ്ക്സ്, ദെൻ ഹോസ്പിറ്റൽ, സ്റ്റാർട്ടപ്പ് ബിസിനസ്, നൺ ഓഫ് ദി അബവ്. ഈസിയാണ്. ബാങ്ക്സ് അല്ല, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനല്ലോ ഏഞ്ചൽ ഫണ്ട് എന്ന് പറയാം. ഹോസ്പിറ്റൽസും അല്ല, സ്റ്റാർട്ടപ്പാണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഏഞ്ചൽ ഫണ്ട് എന്ന് പറയാം അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 63. എ കമ്പനി മേ ഇഷ്യൂ ബോണസ് ഷെയർസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഔട്ട് ഓഫ്. കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത് ഏതൊക്കെ എന്തിൽ നിന്ന് എടുത്തിട്ടാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത് മെമ്പേഴ്സിന്? നമ്പർ 1 ഇറ്റ്സ് ഫ്രീ റിസർവ്, നമ്പർ 2 സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, നമ്പർ 3 ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട്. നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഏതൊക്കെ എമൗണ്ടുകളെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണോ ഇതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ 1 ഫ്രീ റിസർവ്. ഫ്രീ റിസർവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. സോ അതിൽ നിന്ന് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താം. ഓക്കെ, ആദ്യത്തെ കറക്റ്റാണ്. സെക്യൂരിറ്റി പ്രീമിയം, ആക്ച്വൽ ഷെയർ വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ടിന് ഷെയർസ് ഇഷ്യൂ നടത്തുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത്. 10 രൂപയുടെ സാധനം 12 രൂപയ്ക്ക് ഇഷ്യൂ നടത്തുന്നു. എക്സ്ട്രാ 2 rupees ആണ് സെക്യൂരിറ്റി പ്രീമിയം. സോ അതിൽ നിന്ന് എടുത്തിട്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താം. പിന്നെ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് ആണ്. റിഡംപ്ഷൻ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ഫണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, റിസർവ് ആണ് ഈ പറയുന്ന ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താൻ സാധിക്കും. ആ എമൗണ്ടിനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ 3ഉം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ആൻസർ വരാ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2, 3 ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 64. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് correct as per Companies Act 2013? നമ്പർ 1, പബ്ലിക് കമ്പനി ക്യാൻ ഇഷ്യൂ റൈറ്റ് ഷെയർസ് ആൻഡ് ബോണസ് ഷെയർസ്. പബ്ലിക് കമ്പനിക്ക് റൈറ്റ് ഷെയർസും ബോണസ് ഷെയർസും ഇഷ്യൂ നടത്താൻ സാധിക്കും എന്നാണ് ആദ്യം പറയുന്നത്. ശരിയാണ്. റൈറ്റ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എഗെയിൻസ്റ്റ് പേയ്മെന്റ് കമ്പനി കൊടുക്കുന്ന ഷെയർസിനെയാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയാം. ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ബോണസ് ഷെയർസ്. അത് പബ്ലിക് കമ്പനിക്ക് ഇഷ്യൂ നടത്താം. പിന്നെ പറയുന്ന പ്രൈവറ്റ് കമ്പനി ക്യാൻ ഇഷ്യൂ റൈറ്റ് ഷെയർസ് ആൻഡ് ബോണസ് ഷെയർസ്.
പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. രണ്ടുപേർക്കും റൈറ്റും ബോണസ് ഇഷ്യൂ നടത്താൻ സാധിക്കും. സോ രണ്ടും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരെ. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 65. Which of the following statement is correct? Number 1, financial assets are intangible assets which are expected to provide future benefits in the form of claim to future cash. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. കറക്റ്റ് അല്ലേ? ഫിനാൻഷ്യൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാൻ കാരണം ഇപ്പം എന്താണ്, ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്, ഇൻടാഞ്ചിബിൾ ആണ്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, എന്തിനാണ് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണത്? ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ് ക്യാഷ് ആയിട്ട് റിട്ടേൺ കിട്ടുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. അറിയാലോ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഓർഗനൈസ്ഡും ഉണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട്. ഓർഗനൈസ്ഡ് ആണ് ബാങ്ക്സ്, RBI, ഇൻഷുറൻസ് കമ്പനീസ് എന്നൊക്കെ പറയണത് ഓർഗനൈസ്ഡ് ആണ്. അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ ചിറ്റ് ഫണ്ട്സ്, അതൊക്കെ ഒരു പരിധി വരെയാണ്. മണി ലെൻഡേഴ്സ് ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമുക്കറിയാം പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, ചിറ്റ് ഫണ്ട്സ്, ഇതൊക്കെ അൺഓർഗനൈസ്ഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പരമാവധി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിലും അൺഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ ഓർഗനൈസ്ഡും ഉണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പറയാൻ പറ്റും. കറക്റ്റാണ്. ഇനി മണി മാർക്കറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2, നെയിംലി പ്രൈമറി സെഗ്മെന്റ് ആൻഡ് സെക്കൻഡറി സെഗ്മെന്റ്. അതും കറക്റ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റിന് മാത്രമല്ല, മണി മാർക്കറ്റിനും അങ്ങനെ 2 ഡിവിഷൻ ഉണ്ട്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. പ്രൈമറി എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് നമ്മൾ ഈ പറയുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ ആവട്ടെ, അതിലത്തെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവുമല്ലോ, അത് ആദ്യമായിട്ട് ഇഷ്യൂ നടത്തുമ്പോഴാണ് നമുക്കതിനെ പ്രൈമറി സെഗ്മെന്റ് എന്ന് പറയാൻ സാധിക്കുക. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ സെക്കൻഡറി സെഗ്മെന്റ് എന്ന് പറയാം. അപ്പോൾ അതും കറക്റ്റാണ്. സോ ഈ 3ഉം കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓൾ ദി അബോവ് ആർ കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മളിന്ന് 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.